ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇപ്പോഴും സജീവമായി കൊണ്ട് തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഫാബ്രിസിയോ റൊമാനോയും അതുപോലെ തന്നെ ചില സ്പാനിഷ് മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഹാൻസി ഫ്ലിക്കിൻ്റെ പ്ലാനുകളിൽ ഇപ്പോൾ അലജാൻഡ്രോ ബാൾഡേക്ക് വലിയ ഒരു സ്ഥാനമൊന്നും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫ്ലിക്കിന് വലിയ ഒരു താല്പര്യം ബാൾഡേക്കില്ല. അദ്ദേഹത്തെ വേണമെങ്കിൽ കൈവിടാം, അത്തരത്തിലുള്ള ഒരു അനുമതി ഫ്ലിക്ക് ഇപ്പോൾ FC ബാഴ്സലോണക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാൾഡെ ഒരു പുതിയ ക്ലബിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രശസ്ത ഏജന്റായ ജോർഹെ മെൻഡസ് ആണ് ബാൾഡെയുടെ ഏജന്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ ടീമായ AC മിലാന് ഈ താരത്തെ ഓഫർ ചെയ്തിരുന്നു. പക്ഷേ AC മിലാൻ അത് റിജക്റ്റ് ചെയ്തു. അതായത് ബാൾഡയെ കൊണ്ടുവരാൻ അവർക്കിപ്പോൾ താല്പര്യമില്ല എന്ന കാര്യം AC മിലാൻ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി മിലാനിലേക്ക് പോവുക എന്നുള്ള ബാൾഡയുടെ പ്ലാനുകൾ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ താരത്തെ ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് സ്വന്തമാക്കണമെങ്കിൽ 40 മില്യൺ യൂറോ ചിലവഴിക്കേണ്ടി വരും, അതിന് മുകളിലും ചിലവഴിക്കേണ്ടി വരും എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിഗണിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബാൾഡെ. നല്ല ഒരു ലെഫ്റ്റ് ബാക്കിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ ആവശ്യമുണ്ട്. റൗം അതുപോലെ തന്നെ ബാൾഡെ എന്നീ താരങ്ങളെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ജാവോ കാൻസലോയെ കൊണ്ടുവരാൻ ഇപ്പോൾ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാൾഡയെ ഒഴിവാക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.